വല്ലാത്ത മടിയാണ് അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കട്ടിലിൽ ഇങ്ങനെ കിടന്നിട്ടല്ലേ? അവിടെ നിന്ന് എണീക്കാൻ ആകെ ഒന്നുകിൽ ഭക്ഷണം കഴിക്കാൻ പോകണം, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണം അല്ലേ? ഇതിനെല്ലാം എണീക്കുക. അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങണം. അപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ ഭയങ്കര എല്ലാം കൂടി തിയേറ്ററിലേക്ക് പോലെ അല്ല ചോക്കു. ഒരു സിനിമക്ക് നമ്മൾ പോകുന്നത് എന്തിനാണ് അല്ലേ? ഒരാൾ സിനിമക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, അല്ലെ എനിക്ക് വേണ്ട എന്തൊക്കെ അവിടെ കിട്ടും എന്നുള്ള ഒരു ഒരു ഇതിൽ നിന്നാണല്ലോ അങ്ങോട്ടേക്കൊക്കെ നമ്മൾ പോകുന്നത്. എങ്കിൽ പലപ്പോഴും നമുക്കറിയാം സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹറാമായിട്ടുള്ളൊരു കാര്യമാണ്. അഥവാ പിന്നെ അതിലൊരുപാട് തെറ്റായ എലമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്നാൽ അതിനപ്പുറം അങ്ങനെയുള്ള യാതൊരു തെറ്റായ എലമെൻറ്റുകളും ഇല്ലാതെ ഒരു വിഷ്വൽ തിയേറ്ററിൽ പോയിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ആസ്വദിച്ചാലോ? എങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പെരിന്തൽമണ്ണയിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണാൻ പറ്റുന്ന പോലെ ഒരുപാട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ പിന്നെ വലിയ പന്തലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. നാളെ, അതായത് മെയ് 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഒരു വലിയ പ്രോഗ്രാം ഇവിടെ നടക്കാൻ പോവുകയാണ്. ആ പ്രോഗ്രാമിൻ്റെ പേര് സൊല്യൂഷൻ എന്നുള്ളതാണ്. ആ പേര് നമ്മൾ എന്തിനാ കൊടുത്തതെന്നറിയോ? നമുക്കറിയാം വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലേ? ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, അതാണ് ദ സൊല്യൂഷൻ എന്ന പേര് കൊടുക്കാൻ തന്നെ കാരണം. അപ്പോൾ ആ പരിഹാരങ്ങളുമായി ഒരുപാട് പിന്നെ നമ്മളൊരു എക്സിബിഷൻ എന്നൊക്കെ പറയുമ്പം കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിറങ്ങി പോവുക എന്നുള്ളതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഇരുന്ന് ചിന്തിക്കാനുമുള്ള ഒരു ഇടമായിട്ട് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ പിന്നെ നടക്കുന്നുണ്ട്. ഈ സൊല്യൂഷൻ്റെ അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നുള്ള നിലക്ക് ഈ വരുന്ന ഞായറാഴ്ച ഈ സൊല്യൂഷൻ തുടങ്ങുന്നത് പിന്നെ വൈകുന്നേരം ഈ ഒരു സമയം മുതലാണ്. എന്നാൽ പിന്നെ ഏറ്റവും അവസാനത്തെ ദിവസം, അതായത് ഈ വരുന്ന ഞായറാഴ്ച മെയ് 11-ാം തീയതി നമ്മുടെ ഇതേ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഈ സൊല്യൂഷനൊക്കെ മാറി ഈ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്? എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് സമ്മേളിക്കുകയാണ്. നമ്മൾക്ക് ചിലപ്പോൾ ചിന്തകളുണ്ടാവും, നമ്മളിങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചിട്ട് എന്താ കാര്യം, എല്ലാവരും പറയുന്നത് ഓൻ കുറേ മുത്തക്കി, ഓൻ അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഓൻ നമ്മളെ പരിപാടിക്കൊന്നും വരില്ല എന്ന് പറയുന്ന ഒരു ചിന്ത ഒരുപക്ഷെ നമുക്കുണ്ടാവും. അതിനപ്പുറം അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, നമ്മളെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ നന്നാവണമെന്ന് ചിന്തിക്കുന്ന, ജീവിതത്തിൽ എന്തൊക്കെ അർത്ഥമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സമ്മേളന നഗരിയിൽ ഒന്നിച്ചിരിക്കാൻ പോവാണ്. അപ്പോൾ ആ സമ്മേളന നഗരിയിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ ഒരു പേജ് വിസ്ഡം സ്റ്റുഡൻസ് എന്ന് പറയുന്ന പേജും കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന് പറയുന്ന പേജും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സൊല്യൂഷനിലേക്കും കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്കും നിങ്ങളെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.